ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അൺബോക്സ് ഹാബിറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പുതിയ കാര്യമാണ് ചെയ്യാൻ പോണത്. ഇതിപ്പോൾ ഒരു പോക്കോ M2ൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്, ഡ്യൂപ്ലിക്കേറ്റ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ഇത് ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡാമേജ് ആയി പോയ ഡിസ്പ്ലേ ആണ്. നമ്മളിതിൻ്റെ ഓരോ ലെയറുകളായിട്ട് ബാക്കിൽ നിന്ന് അഴിച്ച് നോക്കാൻ പോവാണ്. ഫസ്റ്റ് നമുക്ക് ഫോൺ ഓൺ ആക്കണം. പിന്നെ സ്ക്രീൻ ടൈം ഔട്ട് കുറച്ചിട്ടേക്കാണ് ഓൾറെഡി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡിസ്പ്ലേ ഓഫ് ആകുമ്പോൾ നമ്മൾ ഓൺ ആക്കി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ പവർ ഓൺ ആക്കി എടുക്കണം ഫസ്റ്റ് തന്നെ. ഇതാണ് ഫസ്റ്റ് ലെയർ. ഇതൊരു പ്രൊട്ടക്റ്റീവ് ലെയറാണ്. ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു സിൽവർ കളർ അല്ലെങ്കിൽ ഒരു മിറർ പോലെയാണ് ഇരിക്കുക. ഇതാണ് ഏറ്റവും ബാക്കിൽ വരുന്ന ലെയർ. അതിന് തൊട്ട് മുകളിലെ ലെയർ ലൈറ്റ് ഓഫ് ആയി. ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. ഇപ്പം ലൈറ്റ് വന്നിട്ടുണ്ട്. ഇപ്പം ഇതിന് തൊട്ട് മുകളിലൊരു ഡിഫ്യൂസറാണ്. ഈ ഒരു ലെയർ നമുക്ക് മാറ്റാം. ഇതാണ് ഇനി വരുന്നതാണ് മെയിൻ ലെയർ. ഇതൊരു പ്ലാസ്റ്റിക് ലെയർ പോലെയാണ്, പക്ഷെ ഗ്ലാസ് പോലെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിൽ കൂടെയാണ് മെയിനായിട്ടും നമ്മുടെ ലൈറ്റ് ഏറ്റവും അടിയിൽ നിന്ന് മുകളിൽ വരെ ഈക്വലായിട്ട് എത്തണത്. നമുക്ക് ഈ സാധനം നോക്കിയാൽ കാണാൻ പറ്റും, ലൈറ്റ് വരണുണ്ട് അടിയിൽ നിന്ന്. ഇത് ഡയറക്റ്റ് LED ഫ്രണ്ടിൽ നിന്നാണ് ഈ ലെയർ സ്റ്റാർട്ട് ചെയ്യണത്. ഒരു വളരെ കട്ടി കുറഞ്ഞൊരു ലെയറാണ്. കട്ടി കുറഞ്ഞെന്ന് വെച്ചാൽ ബാക്കിയുള്ള ലെയറുകൾ കമ്പയർ ചെയ്യുമ്പോൾ കട്ടിയുണ്ട്. ഈ LED നോക്കിയാൽ കാണാൻ പറ്റും, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള LEDകളാണ്. ഈ LED ഡയറക്റ്റ് ഇതിലേക്ക് ഫേസ് ചെയ്ത് വെച്ചേക്കണ കാരണം ഇതിൽ കറക്റ്റ് ആ ലൈറ്റ് വരും. ഏറ്റവും ടോപ്പിൽ വരെ ഈക്വലായിട്ട് അടിയിലുള്ള എത്ര ലൈറ്റ് ആണോ അത് തന്നെ മുകളിലും വരും. ഇപ്പം ഇത് നമുക്ക് പൊളിച്ചു നോക്കാം. ഇത് കറക്റ്റ് LED ഇതുമ്പോൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കാണ്. LEDകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഓണാക്കി കാണിച്ചു തരാം. അതിൻ്റെ ബ്രൈറ്റ്നെസ് കണ്ടോ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള LED ആണ്. ഇതിൻ്റെ അടിയിൽ ഒരു ഡിഫ്യൂസർ ഉണ്ട്. ഈ ഒരു ലെയർ നമുക്ക് എടുത്ത് മാറ്റാം. പിന്നെ ഒരു ലെയറും കൂടി ഉണ്ട്. ഇതൊരു ട്രാൻസ്പാരൻ്റ് ഒന്നും അല്ലാത്തൊരു ലെയറാണ്. ഒരു കയ്യിൽ ഫോൺ പിടിച്ചാണ് കാരണം പൊളിക്കാത്തൊരു പാടുണ്ട്. ഇനി പറഞ്ഞ ലെയർ നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ പൊളിക്കാൻ പറ്റില്ല. ഇതിലാണ് നമ്മുടെ ഗ്രാഫിക്സ് വരുന്നത്. നമ്മുടെ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന എഴുത്ത് ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വരുന്നത് ഇതിനകത്താണ്. ഇതിന്റെ ബാക്കിൽ നിന്ന് ലൈറ്റ് ഇതുപോലെ വരുമ്പോഴാണ് നമുക്ക് ഫ്രണ്ടിൽ ഇതുപോലെ കാണാൻ പറ്റണത്, ഡിസ്പ്ലേയിൽ കാണാൻ പറ്റണത്. ഈ LEDകൾ നോക്കിയാൽ കാണാൻ പറ്റും, എല്ലാം ഈക്വൽ ഡിസ്റ്റൻസിലാണ് വെച്ചേക്കണത്. ഒരുപാട് LED ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ഡിസ്പ്ലേയിലൊക്കെ ആണെങ്കിൽ ഇതിന്റെ ഗ്യാപ്പ് കൂടുതലായിരിക്കും, LEDയുടെ കൗണ്ടും കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് ബ്രൈറ്റ്നസ് കുറച്ചേ കിട്ടുള്ളൂ. ഇത് നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ലൈറ്റൊക്കെ ഡിസ്പ്ലേ വരുന്നത്. ലൈറ്റിന്റെ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോഴും LCD ഡിസ്പ്ലേകളിൽ അടിയിലായിരിക്കും ലൈറ്റുകൾ വരാം. അപ്പൊ അതിന് നമ്മൾ ഡിഫ്യൂസറൊക്കെ വെച്ച് മുകളിലേക്ക് വിട്ട് എല്ലാവർക്കും സ്പ്രെഡായിട്ട് ഈക്വലായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.